മോഹൻലാലിന്റെ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞ റെസിപ്പിയിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു ക്രിസ്മസ് ഡെസേർട്ട് ചെയ്യുന്നത്. അതിനുവേണ്ടി 2 ഏത്തപ്പഴം എടുക്കാം. വീക്കെൻഡ് എന്ത് ചെയ്യുന്ന ആലോചിച്ചിരിക്കുന്ന സമയത്താണ് നമുക്ക് ഈ വീഡിയോന്റെ കണ്ണിൽ പെട്ടത്. അപ്പൊ തന്നെ നമ്മുടെ കൂട്ടത്തിൽ നന്നായിട്ട് കുക്ക് ചെയ്യുന്ന നമ്മുടെ ഷെഫായിട്ടുള്ള ജിബി ബ്രോനെ വിളിച്ചു, കാര്യം പറഞ്ഞു. ആള് പറഞ്ഞു ഇന്ന് വൈകുന്നേരം അങ്ങോട്ട് പോരെ, നമ്മളിതൊക്കെ സെറ്റാക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് വൈകുന്നേരം അവിടെയാണ് അതിന്റെ ഈ തീ വരുന്ന പരിപാടിയേക്കാൾ സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞേ. ഇതാണ് നമ്മുടെ ജിബി ബ്രോ, ആളുടെ സ്കില്ലാണ് ഈ കാണിക്കണേ. തീ കൊണ്ട് അമ്മാനമാടുകയാണ്. സംഭവം ഗംഭീരമായിട്ടാണ് ഇപ്പൊ ഉണ്ടാക്കിയിട്ടുള്ളത്. ഡെസേർട്ട് റെഡി ആയി. അപ്പൊ നമുക്ക് അതിനൊരു ഫുഡും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം കുഴിമന്തി സെറ്റ് ചെയ്തിട്ടുണ്ട്. കുഴിയില്ല, മന്തി മാത്രമാണ്. അന്ന് കുറേ പേരുള്ളതുകൊണ്ട് പ്ലേറ്റ് ഒന്നും വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മൾ ടേബിളുമേ ഫോയിൽ പേപ്പർ ഇട്ടിട്ട് എല്ലാവരും കൂടി വട്ടത്തിലിരുന്ന് കഴിക്കാനാണ് പ്ലാൻ. അതിന്റെ രസമൊന്ന് വേറെ തന്നെയാണ്. നമ്മളിങ്ങനെ ഫ്രണ്ട്സൊക്കെ ആയി വട്ടം കൂടി ഇരുന്ന് എല്ലാവരും കൂടി പിച്ച് പറിച്ച് തിന്നാൻ അതൊരു മരണമാസ പരിപാടി തന്നെ. ഫുഡ് എല്ലാവരും കൂടി ഒരു ഇതൊക്കെ കഴിച്ചു തീർത്തു. ഇനിയാണ് നമ്മുടെ മെയിൻ ഐറ്റം ഇരിക്കുന്നത്. നല്ല തണുത്ത വാനില ഐസ്ക്രീമിലേക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത ബനാന അത് ചൂട്ടോടെ ഇടുക. എന്നിട്ട് അത് രണ്ടും കൂടി മിക്സ് ചെയ്ത് നല്ല ചൂട്ടോടെ തന്നെ കഴിക്കുക. സംഭവം നല്ല ഗംഭീര ടേസ്റ്റുള്ള ഒരു ഐറ്റമാണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം. വളരെ സിമ്പിൾ ആൻഡ് ഹംബിൾ റെസിപ്പിയാണ്. സൂപ്പർ സൂപ്പർ. നമ്മുടെ ലാലേട്ടൻ്റെ ഫിഗർ പിടിച്ചിട്ട് ജസ്റ്റ് ബ്രോ.